സൂപ്പർ ലീഗ് കേരളയുടെ ഫൈനലാണ് നാളെ സംഭവിക്കാനായിട്ട് പോകുന്നത്. തൃശ്ശൂരും കണ്ണൂരും തമ്മിലാണ് ഏറ്റുമുട്ടാനായിട്ട് പോകുന്നത്. ഇതിൽ ആര് ജയിച്ചാലും ഫുട്ബോൾ ആണ് ജയിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കണ്ടന്റ്സും കാര്യങ്ങളും ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് കിടക്കുകയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് സൂപ്പർ ലീഗ് കേരള 2025 വരുന്ന സമയം എന്ന് പറയുന്നത് ഇന്ത്യൻ ഫുട്ബോൾ തന്നെ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്ന സമയത്താണ്. ആ സമയത്ത് കേരളത്തിന് അഭിമാനിക്കാവുന്ന രീതിയിൽ തന്നെയാണ് സൂപ്പർ ലീഗ് കേരള ഇന്ന് വരേക്കും നാളെയും സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് കാര്യം. ഒരു രാജ്യം മുഴുവൻ അല്ലെങ്കിൽ രാജ്യത്തിലെ ഫുട്ബോൾ മുഴുവൻ നടക്കുമോ, എവിടെയാണ് ഞങ്ങൾ അല്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാത്തൊരു സിറ്റുവേഷൻ നിൽക്കുമ്പോൾ കേരളം മുഴുവൻ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റിനെ ആഘോഷമാക്കി 6 ക്ലബ്ബുകളെ കൊണ്ടുവന്ന് ഇത്രയും മനോഹരമായി ഉത്സവമാക്കി മാറ്റി അതിൻ്റെ ഫൈനൽ നാളെ സംഭവിക്കാനായിട്ട് പോവുകയാണ്. അത് ഓരോ മലയാളിയെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്ന ഓരോ നിമിഷങ്ങളാണ് എന്നുള്ളതാണ് കേട്ടോ. ഇനി മറ്റ് മലയാളികളെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ എസ്പെഷ്യലി ഫുട്ബോളുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നവർക്കാണെന്നുണ്ടെങ്കിലും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ലീഗ് തന്നെയാണ് സൂപ്പർ ലീഗ് കേരള എന്ന് പറയുന്നത്. അതിപ്പോൾ എസ്പെഷ്യലി ഫുട്ബോൾ പ്ലേയേഴ്സിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സിൽ നിന്നും, അതും ഫോറിൻ പ്ലേയേഴ്സ് ആയിക്കോട്ടെ നമ്മുടെ ഇന്ത്യയിലുള്ള പ്ലേയേഴ്സ് ആയിക്കോട്ടെ, അവരുടെ കൂടെ നമ്മുടെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള മലയാളി പ്ലേയേഴ്സിന് കളിക്കാൻ അവസരം കിട്ടുന്നു, കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മാച്ചുകൾ അവർ ഫേസ് ചെയ്യുന്നു എന്നുള്ളത് ഒരു പോസിറ്റീവ് കാര്യം. അതുപോലെ തന്നെ ഇപ്പോൾ എന്നെ പോലെയുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഒത്തിരി കോച്ചുമാരെ പരിചയപ്പെടാനായിട്ട് പറ്റി, ഒരുപാട് പ്ലേയേഴ്സുമായിട്ട് സംസാരിക്കാനായിട്ട് പറ്റി. എസ്പെഷ്യലി കോച്ചുമാരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇന്ത്യൻ കോച്ചസ് ആയാലും ശരി, അതുപോലെ തന്നെ ഫോറിൻ കോച്ചസും ആണെന്നുണ്ടെങ്കിലും ഒക്കെ അവരുടെ ഒരുപാട് സ്റ്റോറീസ് അറിയാൻ പറ്റുക എന്ന് പറയുന്നത് എസ്പെഷ്യലി ആസ് എ മലയാളി, ആസ് എ കണ്ടന്റ് ക്രിയേറ്റർ, ഇറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്. അപ്പോൾ എനിക്ക് ഈ ഒരു മൊമെൻറ്റിൽ, ഈ ഒരു വീഡിയോയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ താങ്ക്സ് പറയാൻ തോന്നുന്നത് സൂപ്പർ ലീഗ് കേരളയുടെ എൻറ്റയർ ടീമിനോടുമാണ്. കാര്യം ഇതൊരു ഉത്സവമാക്കി മാറ്റാനായിട്ട് നിങ്ങളെടുത്തുള്ള എഫേർട്ട് പലപ്പോഴും ചിലപ്പോൾ ആരും സംസാരിക്കാതെ പോകുന്ന ഒരു കാര്യമായിരിക്കും. പക്ഷേ താങ്ക് യു ഫോർ ബ്രിങ്ങിങ് ബാക്ക് ഫുട്ബോളിംഗ് കൾച്ചർ, അല്ലെങ്കിൽ ആ ഒരു സെലിബ്രേഷൻ കേരളത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന് നന്ദി.